അവന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അവന്റെ മതത്തിന്റെ ആത്മീയമായ വശങ്ങൾ ഒന്നും ഉണ്ടാവില്ല. മതം മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ദർശനത്തെ, മതം മുന്നോട്ട് വെക്കുന്ന മാനവികമായ സന്ദേശങ്ങളെ ഒന്നും സ്വീകരിക്കാതെ മതത്തെ യാന്ത്രികമായ പ്രകടനമാക്കി മാറ്റുന്നവർ മാത്രമാണ് വർഗീയവാദികൾ. അവരുടെ ഉള്ളിൽ മതത്തിന്റെ സന്ദേശമില്ല. അഥവാ മതവർഗീയവാദത്തിന്റെ ഒരു പൊതുവായ പ്രത്യേകത, അവർ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും വെറുപ്പിനെ വിതരണം ചെയ്യുകയും പക മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. പാർട്ടിന്റെ പേരെന്താ? മുസ്ലിം ലീഗ് എന്നല്ലേ? ആ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ നേതാവിന്റെ പേരറിയോ ഇയാൾക്ക്? മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന കല്യാണം കഴിച്ചത് ആരെയാണ്? പാർസിയായ ഒരു പെൺകുട്ടിയാണ്, അന്യമതക്കാരിയായ പെൺകുട്ടിയെ. അപ്പൊ നിങ്ങളുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ വ്യഭിചാരിയായ മുഹമ്മദ് അലി ജിന്ന ഉണ്ടാക്കിയ പാർട്ടിന്റെ പേരാണ് മുസ്ലിം ലീഗ് അല്ലേ? നിഷേധിക്കാൻ പറ്റും. ഇതേ കാരണം അതിനും ബാധകമാണ്. ഇനി ഈ അഹമ്മദ് സാഹിബിന്റെ 2 മക്കളെ കല്യാണം കഴിച്ചിട്ടുള്ള ആരാണ്? അന്യമതക്കാരാണ്. അന്യമതക്കാർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ അതെന്താണ്? നിയമസഭയിൽ ഈ ബില്ല് പൈലറ്റ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം ഒരു ഡിസനിങ് നോട്ട് തന്നു. ആ നോട്ടിൽ ഈ ബില്ല് കൊണ്ടുവരേണ്ടതില്ല എന്നോ ഇത് വഖഫ് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് എതിരാണോ എന്നൊരു വാക്കൊന്നും അവരുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞെന്താ, നിലവിലുള്ള ആളുകളെ പെൻഷനാവുന്ന മുറക്ക് PSCയിൽ അവർക്ക് അപ്പോയിൻമെൻ്റ് ആകാം എന്നാണ് ആ ഡിസെൻഡിങ് നോട്ടിലുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അവർ കൃത്യമായി പഠിക്കാതെയാണ് ഈ കാര്യത്തിൽ എടുത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി തീർച്ചയായും ഒരു സമുദായത്തിൻ്റെ അട്ടിപ്പേറും ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി കയറ്റി പറയാം. കാരണം ഇവിടെ കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഇന്നത്തെ കേരള സർക്കാരിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആരുമായും നേരിട്ട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. ഇത് UP അല്ല, അതേപോലുള്ള മറ്റു സംസ്ഥാനമല്ല. ഇവിടെ മുസ്ലിം എന്നോ ദളിതനെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ മറ്റുള്ള സമുദായമെന്നോ എന്നൊന്നും ഒരു വേർതിരിവും ഇവിടെ ഇല്ല. എല്ലാവർക്കും തുല്യമായ അവകാശവും അവർക്ക് അവരുടെ അവകാശങ്ങൾ കൃത്യമായി ഭരണകൂടത്തെ അറിയിക്കാനുള്ള സംവിധാനവും കേരളത്തിൽ. ഇന്ന് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കോഴിക്കോട്ട് ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. അത് നല്ലതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോവിഡൊക്കെ ആകുമ്പോൾ അവർക്ക് മറ്റ് സമ്മേളനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ സമ്മേളനം നടന്നു. ഈ കാര്യത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചത്? കേരള സർക്കാരിനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും വളരെ മോശമായി ചിത്രീകരിക്കാനും സമസ്തയുടെ പരമോന്നതായ നേതാവായിട്ടുള്ള സയ്യിദ് മുത്തുക്കോയ തങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കാനും നേരിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് ആ സമ്മേളനത്തെ ഉപയോഗിച്ചത്. വഖഫുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംരക്ഷണമാണ് മുസ്ലിം ലീഗ് ഇന്നലെ ആഗ്രഹിച്ചതെങ്കിൽ ആ യോഗത്തിൽ പറയേണ്ടിയിരുന്നത് വഖഫ് സ്വത്തുക്കൾ അത് അപഹരിക്കാൻ കൂട്ടുനിന്ന മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ മുസ്ലിം ലീഗിന് ഇന്നലെയും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അഴിമതിയിലൂടെ മുസ്ലിം ലീഗ് വീണ്ടും യാത്ര ചെയ്യുന്നു. അഴിമതിയില്ലാത്തൊരു പാർട്ടി സംവിധാനം മുസ്ലിം ലീഗിന് കഴിയില്ല എന്നുള്ള ഇന്നലെ തെളിയിച്ചിരിക്കുക. നോക്കൂ, ഇവിടെ നിയമസഭയിൽ പൈലറ്റ് ചെയ്തൊരു ബില്ല്, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും വിജയിച്ചു പോയ അല്ലെങ്കിൽ വിജയിച്ച മുഴുവൻ MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞു. UDF-ന്റെ ഘടകകക്ഷികളും അഭിപ്രായം പറഞ്ഞു. അതിലൊന്നും ഈ ബില്ലിനെ കുറിച്ച് അവര് റൈറ്റ് ആൻഡ് ഗിവ് അവർ എഴുതി തന്ന പരാതി എന്താ? സബ്ജക്ട് കമ്മിറ്റിയിലും അവർ എഴുതി തന്ന പരാതി നിലവിലുള്ള ജീവനക്കാർ റിട്ടയർ ആവുന്ന മുറക്ക് PSC മുഖാന്തരം നിങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് ആണ് ആവശ്യപ്പെട്ടത്. അപ്പൊ എവിടെയാണ് ഇവർ ബില്ലിനെ എതിർത്തുള്ളത്? നോക്കൂ, ഒരു ബില്ല് പൈലറ്റ് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞെന്താ? മുസ്ലിങ്ങൾ
ആ പദം തന്നെ തെറ്റായിട്ടാണ് അവർ ഉപയോഗിച്ചത്. പക്ഷേ നമ്മൾ നിലവിൽ വഖഫ് ബോർഡ് ചെയ്യുന്ന പ്രവൃത്തി അത് PSC ഏൽപ്പിക്കേണ്ടായത്. PSC എന്ത് ചെയ്യുന്നു? വഖഫ് ബോർഡിൽ നിന്നും ആരെയാണോ വഖഫ് ബോർഡിൽ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട യോഗ്യരും മത്സരബുദ്ധിയോടും കൂടി നിയമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിലവിലുള്ള PSCയിലുള്ള ഏതെങ്കിലും ജീവനക്കാർക്ക് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്. ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താ? മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാബരി മസ്ജിദ് വഖഫ് ഭൂമിയാണ്, വഖഫ് സ്വത്താണ്. അത് തകർത്തെറിഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടാനും അത് തകർത്തെന്ന കോൺഗ്രസിന്റെ കൂടെ നിൽക്കാനും ആർജവം കാണിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന് പറയേണ്ട ആർജവം തന്നെയാണ്. കാരണം വഖഫിന്റെ പേരിൽ ഇപ്പോ സമരം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടി കോൺഗ്രസിന്റെ അന്ത്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ കാലത്ത് സംഭവിച്ച വഖഫ് സ്വത്തിന്റെ നിർമ്മാർജ്ജന സമയത്ത് ഒരു അക്ഷരം മുണ്ടാൻ കഴിയാതെ ഭരണ സംവിധാനത്തിൽ കടിച്ചു തൂങ്ങിയുന്ന മുസ്ലിം ലീഗ് ഇപ്പോ വഖഫിന്റെ പേരിൽ ഒഴുക്കുന്ന കണ്ണീരിന്റെ വില നമുക്ക് മനസ്സിലാവും. ഇത് പൊതുജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇന്നലെ പറഞ്ഞ മുഴുവൻ നേതാക്കളെയും പ്രസംഗം ഞാൻ കേട്ടു. അതിലൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല വഖഫ് ഭൂമി കൈമാറ്റം ചെയ്യുന്നോ വിൽപ്പന നടത്തുന്നോ അപഹരിക്കുന്നതിനോ കയ്യേറ്റം ചെയ്തതിനോ കൂട്ടുനിന്ന ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവിനെ കുറിച്ച് ഒരു വാക്ക് പറയാനുള്ള ആർജവം ഈ പറയുന്ന അംഗന്മാർക്ക് ഉണ്ടായിട്ടില്ല. ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു. അവിടെ ചർച്ചയ്ക്ക് പോയ ആൾക്കാർ ഇവിടെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് പറയേണ്ട വാക്ക് വേറെയാണ്, അത് ഞാൻ എന്നാലും പ്രോത്സാഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, ഇന്ന് കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന വഖഫ് സ്വത്തുക്കളും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള സുന്നി വിഭാഗത്തിൻ്റെതാണ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടും ഈ കാര്യങ്ങൾ പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശമുള്ള ഒരു സംഘടനയാണ് സമസ്തയും. അതോടൊപ്പം തന്നെ ബഹുമാന്യനായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സുന്നി വിഭാഗം. ആ കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. എല്ലാ മുസ്ലിം വിഭാഗങ്ങളും ഒന്നായി തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒന്നിലും ഒരു വിള്ളൽ ഉണ്ടാക്കാനോ അവരെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അത് ആര് പറഞ്ഞാലും അത് ഉണ്ടാക്കാനും ശ്രമിക്കണം. ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, സംരക്ഷണം ഉറപ്പുവരുത്തും, ബില്ല് പിൻവലിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചർച്ചയ്ക്ക് തന്നെ തയ്യാറായത് മുസ്ലിം ലീഗിന്റെ ശുപാർശ കൊണ്ടൊന്നുമല്ല. ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരും അതോടൊപ്പം തന്നെ EKയുടെ പരമോന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള സയ്യിദ് മുത്തുക്കോയ തങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശുപാർശ ഈ ഗവൺമെന്റിന് വിടണം. അവരെ ബോധ്യപ്പെട്ട അവർക്ക് നല്ലത്. അങ്ങനെ ആ പേരിൽ സമരം നടത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോൾ ഇതിനെ ഞങ്ങൾ ചർച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള നിഷ്പക്ഷനായിട്ടുള്ള ഒരു മതനേതാവ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. നമ്മളെല്ലാ വിഭാഗങ്ങളും മറ്റുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ പ്രസിഡന്റ് അവർ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെയല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യം. അപ്പോൾ ഈ കളി നല്ലതല്ല. ഇപ്പോൾ പലതും പറഞ്ഞു ഇതിൻ്റെ അട്ടിപ്പേർ അവകാശം ഏൽക്കേണ്ടതെന്നൊക്കെ. ഇവിടെ വർഷങ്ങളായി വഖഫ് ബോർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഏത് സമസ്തയുടെ നേതാവിനെയാണ് മുസ്ലിം ലീഗ് ഇതേവരെ ആ ബോർഡിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയേണ്ടത് താല്പര്യം കേൾക്കാൻ. 2 മുസ്ലിം ലീഗിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളാണ് ഇന്നും അന്നും വഖഫ് ബോർഡിന്റെ പ്രതിനിധികളായിട്ട് വർഷങ്ങളായിട്ട് ഇരിക്കുന്നത്. ഇതാണോ സമുദായത്തോടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട്? അവിടെ വരേണ്ടതാരാ? പള്ളികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് വോട്ടിംഗ് അടിസ്ഥാനത്തിൽ സമസ്തയുടെ ഭാഗത്തുനിന്നുള്ള ആളുകളല്ലേ ഇതിൽ വരേണ്ടത്. എന്താ വരാത്തത്? അപ്പോ സമസ്ത പോലുള്ള സംഘടനകളെ, മതസംഘടനകളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇന്നലെ കോഴിക്കോട്ട് നടന്നത്. എന്താ സംശയം? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതിന് തന്നെ അർത്ഥം ഒരു സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുസ്ലിം ലീഗ് നടത്തിയ പ്രകടനം. ഇന്നലെ മുസ്ലിം ലീഗിലെ മത സംഘടനകൾ എന്ന പേരിൽ അവിടെ സ്റ്റേജിൽ കയറുന്ന ആളുകളുടെ ഏത് വഖഫ് സ്വത്താണ്
വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറയാൻ കഴിയുമോ? വിരലിൽ എണ്ണാവുന്ന 3 or 4 കേസുകളാണ്. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും അവരുടെ പ്രോപ്പർട്ടികൾ വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? മറ്റ് സംഘടനകൾ അവിടെ പങ്കെടുത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ പ്രധാനമായും വഖഫ് ബോർഡിന് ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളാണ്. ഒരു സംശയവും വേണ്ട. ഒരു സുന്നി പ്രസ്ഥാനത്തിന് വക്കാലത്ത് പിടിക്കുമെന്നല്ല, അതിന്റെ യാഥാർത്ഥ്യം അതാണ്. അപ്പോ ഇവര് തെരഞ്ഞെടുത്ത് വരേണ്ടത് സമസ്തയിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു. അവിടെയാണ് അവിഹിതമായി മുസ്ലിം ലീഗിലെ പാർട്ടി നേതാക്കളെ വഖഫ് ബോർഡിൽ റിക്രൂട്ട് ചെയ്യുകയും ഇത്രയും വലിയ അഴിമതികൾ നടക്കാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ പേര് എണ്ണി എണ്ണി പറയാം, വേണമെങ്കിൽ സമയാവും. നഷ്ടപ്പെട്ട സ്വത്തുക്കളുടെ കണക്ക് എണ്ണി എണ്ണി പറയാം. എത്ര ലക്ഷം സെന്റ് സ്ഥലമാണ് അടിച്ചു മാറ്റിയുള്ളതെന്ന് പറയാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം. റിപ്പോർട്ട് വരട്ടെ. നോക്കൂ, എന്തിനാണ് വേവലാതി? സുന്നി പ്രസ്ഥാനം കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലാളായി നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർ തന്നെ ധാരാളമാണ്. ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, ഞങ്ങൾ തെളിയിച്ചതാണ് എന്ന് അവർ പറഞ്ഞാൽ പിന്നെന്താ അതിന് അർത്ഥമുള്ളത്? ബഹുമാനപ്പെട്ട CHന്റെ ഒരു പ്രസംഗം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പാണ്ടിക്കാട് നടന്ന സമ്മേളനത്തിൽ ഖുർആൻ ചുമക്കുന്ന ആളുകളൊക്കെ കഴുകുതകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ ഒരു പ്രസംഗമുണ്ട്. പഴയത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. കണ്ണിയത്ത് ബഹുമാനോ കണ്ണിയത്ത് ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് ഖുർആൻ ചുമക്കുന്നവർ കഴുതകൾ എന്നൊരു വാക്കുപയോഗിച്ചു. ശരിയാണ്, ആ പ്രയോഗം തന്നെ ശരിയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്, കണക്ക് ബുക്കുകൾ നമ്മൾ എടുക്കാതിരിക്കാനുണ്ട്. ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തൊഴിലാളി വർഗമായാലും അവരുടെ ഒരു അവകാശങ്ങളും നമ്മൾ കടന്നു കയറി അത് ഇല്ലാതാക്കിയിട്ടില്ല. അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ അവർക്ക് അവരുടെ കൈകളിൽ എത്തിച്ച പാരമ്പര്യം മാത്രമേ ഇടതുപക്ഷത്തിന് കേരളത്തിലുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലെ മുസ്ലിങ്ങളുടെ അക്കൗണ്ടിൽ ആളാവാൻ നിൽക്കണ്ട. ഇപ്പൊ കോഴിക്കോട് നടന്ന മഹാസമ്മേളനമൊക്കെ പറഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിലെ 2 ഏരിയ കമ്മിറ്റി വിചാരിച്ച നടത്താവുന്ന സമയമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഞങ്ങൾ അതിനത്രേ കാണുന്നു. നോക്കൂ, ഇവിടെ ഒരു സമ്മർദ്ദത്തിനും ആരും വൈകിയിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഇതുമായി കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആവശ്യം. അതിനല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇത് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അപകടകരമായ രീതിയിൽ ബാധിക്കുന്നതാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. അതിനപ്പുറമൊന്നുമില്ല. പക്ഷെ ഈ ബില്ല് പൈലറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 or 3 പ്രാവശ്യം ഓർഡിനൻസ് ആയി വന്നപ്പോൾ ഇപ്പൊ സമര കോലാഹലങ്ങളും കഴിഞ്ഞ കുറെ മാസങ്ങളുമായി രാഷ്ട്രീയമായി വളരെ തകർന്നു നിന്ന ഒരു പ്രസ്ഥാനത്തിന് അവരുടെ യോജിപ്പിക്കാനുള്ള ശ്രമം മാത്രമായി ഞങ്ങളൊക്കെ ഇതിനെ കാണുന്നു. കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം, നിലവിൽ തകർന്നടിഞ്ഞ് പോകുമായിരുന്ന ഒരു സംവിധാനത്തെ ഒന്നിച്ചു നിർത്താൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ല. അത് ആ സമയം പോലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ എന്തുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികളോടൊന്നും ചർച്ച ചെയ്യാനില്ല. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മതസംഘടനകൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് മുഖ്യമന്ത്രി അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അത് തന്നെ അതിലൊരു വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് സമസ്ത ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഇപ്പോ ഏറ്റവും വലിയ കാപട്യ കളവെന്താ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ് പള്ളികളിൽ ബഹളമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം പറഞ്ഞെന്താ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ ഇന്നലെ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ കേൾക്കല്ലേ, 2 ക്ലിപ്പ് നമ്മളെ കയ്യിലുള്ളതല്ലേ. ഞാൻ കണ്ടിരുന്നല്ലോ, അവർ വന്നിരുന്നു. ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതിന്റെ അർത്ഥം നമുക്ക് അവരോട് ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ സമരം ചെയ്താലും സമരം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അർഹമായ ജോലി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ 2 മാസം മുമ്പ് തന്നെ 24 ആളുകളുടെ ജോലി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അത് മുമ്പേ നടന്ന സമരത്തിന് മുമ്പൊന്നുമല്ല.
അവരാദ്യം എന്നെ വന്ന് കണ്ട സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ഫൈനാൻസിലേക്ക് അയക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് നല്ല രീതിയിൽ സമീപനമാണ് ഗവൺമെന്റിനുള്ളത്. നമ്മൾ അവരോട് പറഞ്ഞത് തന്നെയാണ്. അവർ ആരെ വിളിച്ച് ചോദിക്കാം. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ സമരം ആരംഭിക്കുന്ന എത്രയും മുമ്പ് തന്നെ 24 ആളുകൾ അപ്പോയിന്റ്മെന്റും അവരുടെ ബാക്കിയുള്ള പരിശോധനയിൽ പൂർത്തിയാക്കി വെച്ചതാണ്. ബാക്കിയുള്ളവരുടെയും സർട്ടിഫിക്കേഷൻ നടന്നു. ഒരു ഫൈനാൻസിന് ഇതിന്റെ ക്ലിയറൻസ് കിട്ടി വരണ്ടേ? ഇത് ജോലി മാത്രം കൊടുക്കാമെന്നുള്ള അവിടുന്ന് അവരുടെ ശമ്പളം അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ രേഖകളും അതിന്റെ നോട്ടുകളും അതിലുണ്ടാവണം. അതിന് സമയം പിടിക്കും. അത് നിങ്ങൾ ഒരു സമരം ചെയ്തിട്ട് ഇന്ന് ജോലി വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തരാൻ കഴിയൂ? ഏത് ഗവൺമെന്റിനാ പറ്റുക? ഇത് പൊതുജനങ്ങൾ പണം എടുത്ത് ചെലവഴിക്കൽ പൊതു ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ട ശമ്പളമല്ലേ? അപ്പൊ അതിനുള്ള താമസം ഉണ്ടാവും. എന്നാലും നമ്മൾ ഇപ്പോഴും ഇത്രയും അപ്പോയിന്റ്മെന്റുകൾ അവർ കൊടുക്കാനുള്ള റെഡിയാണ്. നോക്കൂ, PSC ലിസ്റ്റ് വന്നാൽ PSC ലിസ്റ്റ് അങ്ങനെ തന്നെ വരിക. അതിന് ക്രമപ്രകാരം ആളുകളെ ഇങ്ങനെ നിയമിച്ചുകൊണ്ടിരിക്കും. ഇതിലൊരു പുതിയ കാര്യമൊന്നുമില്ല. പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, വീടുകളിൽ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, ജീവിതത്തിൽ പ്രയാസങ്ങൾ. പക്ഷേ ഒരു സർക്കാർ ജോലി കൊടുക്കും, അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവിടെ കൊടുക്കും. ഇതിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു, അവർ സമരം ചെയ്താലും ജോലി കിട്ടും, സമരം ചെയ്തിട്ടില്ലെങ്കിൽ ജോലി. എനിക്ക് ആ കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ. അവരോട് ഈ കാര്യം ഞാൻ അറിയിച്ചു. വിവരക്കേടിന്റെ പര്യായമോ നീ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിവരക്കേടിന്റെ പര്യായം എന്താണോ അത് മുഴുവനാണ് ഇന്നലെ ആ സ്റ്റേജുകളിൽ നടന്ന പ്രസംഗങ്ങൾ. ഒരു സമൂഹത്തെ പൊതുജന മധ്യത്തിൽ താറടിപ്പിച്ച് കാണിക്കുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നോ അതൊക്കെ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് നാടകങ്ങൾ. അവിടെ ആവേശം അലതില്ലായിരുന്നു. ഇപ്പൊ താളെ കാണുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് ലീഗിന്റെ ഐഡന്റിറ്റിയാണ്. അതതിന്റെ ബന്ധപ്പെട്ട നേതാക്കൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കിയല്ലേ, വളരെ പ്രയാസപ്പെട്ട് മുൻകാല നേതാക്കൾ പടുത്തുയർത്തിയാണ്, മഹാന്മാരായ നേതാക്കൾ. അപ്പോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പൂർണ്ണമായും പിന്താങ്ങാണ്. ഒരു സമുദായവും ആരുടെയും അട്ടിപ്പവകാശം ഏറ്റെടുക്കണ്ട, അതിനുള്ള അവകാശവും ആർക്കില്ല. ഇന്നലൊക്കെ അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങൾ എന്താ? മുസ്ലിം ലീഗുമായി യോജിച്ചു പോയില്ലെങ്കിൽ എന്നൊക്കെയാണ്, ഭീഷണിയാണ്. ഏതായാലും കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. പ്രിയമുള്ളവരെ, ഞാൻ നാസർ കുളായി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്തരമൊരു വീഡിയോയുമായി വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മുസ്ലിം ലീഗിന്റെ ഒരു വഖഫ് സംരക്ഷണ റാലി നടത്തുകയുണ്ടായി. സത്യത്തിൽ അത് വഖഫ് കള്ളന്മാരെ സംരക്ഷിക്കുന്ന റാലിയാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പം ഞാൻ കിടക്കുന്നില്ല. ആ സംരക്ഷണ വേദിയുടെ റാലിയിൽ വെച്ച് മുമ്പിൽ കുറച്ച് ആളെ കണ്ടപ്പോൾ ചില തെമ്മാടികൾ വിളിച്ചു കൂടിയ ചില തെമ്മാടിത്തം. തെമ്മാടിത്തം പറഞ്ഞവനെ തെമ്മാടി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ഭാഷ പ്രയോഗിക്കേണ്ടി വന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ള ആളുടെ പേര്? അബ്ദുറഹിമാൻ കല്ലായിന്. അയാൾ പറയാണ്, പിണറായി വിജയന്റെ മകൾ വീണയെ വ്യഭിചരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. അങ്ങനെ തന്നെ പച്ച മലയാളത്തിൽ വ്യഭിചരിക്കുകയാണ്. അതിനയാൾ കാരണം പറഞ്ഞിട്ടുള്ളത്, പിണറായി വിജയന്റെ മകൾ ഹിന്ദുവാണ്, മുഹമ്മദ് റിയാസ് മുസ്ലിമാണ്, അതുകൊണ്ട് അത് വ്യഭിചാരാണ്. മിസ്റ്റർ, ഇന്ത്യൻ വിവാഹ രജിസ്റ്റർ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കല്യാണമാണ് മുഹമ്മദ് റിയാസും വീണയും തമ്മിലുണ്ടായിട്ടുള്ളത്. ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ച് അവർ തമ്മിൽ ബന്ധപ്പെട്ടാൽ അത് വ്യഭിചാരമാണെങ്കിൽ നിങ്ങളെ പാർട്ടിന്റെ പേരെന്താ? മുസ്ലിം ലീഗ് എന്നല്ലേ? ആ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ നേതാവിന്റെ പേരറിയോ ഇയാൾക്ക്? മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന കല്യാണം കഴിച്ചത് ആരെയാണ്? പാർസിയായ ഒരു പെൺകുട്ടിയാണ്, അന്യമതക്കാരിയായ പെൺകുട്ടിയെ. അപ്പൊ നിങ്ങളുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ വ്യഭിചാരിയായ മുഹമ്മദ് അലി ജിന്ന ഉണ്ടാക്കിയ പാർട്ടിന്റെ പേരാണ് മുസ്ലിം ലീഗ് അല്ലെ? നിഷേധിക്കാൻ പറ്റും. ഇതേ കാരണം അതിനും ബാധകമാണ്. ഇനി ഈ അഹമ്മദ് സാഹിബിന്റെ 2 മക്കളെ കല്യാണം കഴിച്ചിട്ടുള്ള ആരാണ്? അന്യമതക്കാരാണ്. അന്യമതക്കാർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ അതെന്താണ്? ഇപ്പൊ വേദത്തിന്റെ നിയമമൊക്കെ പറയും വേദക്കാരികളെ കല്യാണം കഴിക്കാം, വേദക്കാരനെ കല്യാണം കഴിക്കാൻ എവിടെയും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഞാനൊരു മുസ്ലിമാണ്, അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിക്കാത്ത മതത്തിൽ അതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിലൊരു പ്രശ്നമില്ല. അത് വ്യഭിചാരാണോ? നിങ്ങൾ പറ. ഇല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടി കല്യാണം കഴിച്ചതൊക്കെ ഉണ്ട്, അത് തെളിവും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ വേറൊരു ചോദ്യം ഉണ്ടല്ലോ. നിങ്ങളുടെ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ബഷീർ അലി തങ്ങൾ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് സരിത എന്ന് പറയുന്ന നിരവധി ആളുകൾ ബലാത്സംഗം ചെയ്തുമൊക്കെ ചെയ്തിട്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ അവര് പറഞ്ഞ കാര്യമാണ് ഇല്ലേ? അപ്പം അവർ പറഞ്ഞു എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അന്തസ്സുള്ള ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിനെതിരെ പറയും, അല്ലെങ്കിൽ കേസ് കൊടുക്കുകയും ചെയ്യും മിനിമം.
രണ്ട് ചെയ്യാത്തപ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? മൗനം സമ്മതം എന്നല്ല മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം അവിടെ നന്നാക്കുക ഈ വ്യഭിചാരവും തോന്നിയാസവും ഒക്കെ. കാരണം എന്താണെന്നറിയോ, നിങ്ങളൊരു മുസ്ലിം ലീഗ് ഒരു മതത്തിന്റെ പേര് പറയുന്ന പടപ്പുകൾ കാണാതെ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? പടച്ച തമ്പുരാൻ കാണും. കോഴിക്കോട്ടെ കടപ്പുറത്ത് ഒരു 10,000 ആളുടെ മുമ്പിൽ വായിൽ തോന്നിയത് കോതൊക്കെ പാട്ട് പോലെ വിളിച്ചു പറയുന്നതല്ല. ലക്ഷക്കണക്കിന് കോടാനുകോടി ആളുകൾ ഇരിക്കുന്ന മഹസറയിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്നതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അവിടെ വിചാരണ ചെയ്യപ്പെടും. അവിടെയാണ് പിടിക്കേണ്ടത് പടച്ച തമ്പുരാനെ. കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൊന്നും പിടിക്കാനല്ലോ. എന്നിട്ടും അവന് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഞാൻ ആ തർക്കത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം. ഈ വിദ്യ സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കുകയാണ് സ്വവർഗരതി അംഗീകൃതമാക്കണം, നിയമാനുസൃതമാക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മളെ ഇസ്ലാമിനെ തെറ്റിക്കാനില്ല. നിങ്ങൾക്ക് പ്രവാചക പരമ്പരയിൽപ്പെട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷി, തൽക്കാലം ഞാൻ അത്രേ പറയുന്നുള്ളൂ, വീഡിയോ അടക്കമുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. സ്വവർഗരതി നടത്തിയിട്ട് വീഡിയോ എടുത്തത് ഇല്ലേ? അത് ഇസ്ലാമികാണോ? ലൂത്ത് നബിന്റെ സമൂഹത്തിനെ, ലൂത്ത് നബി എന്ന് പറഞ്ഞ നബിനെ കേട്ടില്ലേ, ആ നബിന്റെ സമുദായത്തെ തന്നെ അള്ളാഹ് നശിപ്പിച്ചു കളഞ്ഞ. എന്താ കാരണം? ഈ സ്വവർഗരതി നടത്തുന്നുണ്ട്. അതൊരു മതവിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കാത്തവരും വിശ്വസിക്കുന്നവരും പല വിശ്വാസങ്ങളുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിൽ ഹിന്ദുണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിണ്ട്, പാർസിണ്ട്, മതൽവാനുണ്ട്, മതമില്ലാത്തവനുണ്ട്. ഇത് വ്യത്യസ്തമാണ്. അവനവന്റെ മതവിശ്വാസം അവനാണ് കൊണ്ടുനടക്കുക ചെയ്യുക. മതം ഇല്ലാത്തവനെ അങ്ങനെ നടക്കുക. നിങ്ങൾ അങ്ങനെയല്ല. മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പടച്ചവനെ പേടിക്കേണ്ട പാർട്ടി ഇല്ലേ? സകല വഖഫ് സ്വത്തും കാസർഗോഡ് കട്ടുമുടിച്ച് അനാഥകളും ഞാൻ ഇങ്ങനെയാണെന്നാ സ്വർഗത്തിൽ പ്രവാചകൻ പറഞ്ഞു. ചൂണ്ടുവിരലും നടവിരലും പോലെ ചേർന്ന് നിൽക്കുന്നു. എന്നിട്ട് ഭർത്താവ് ഉപേക്ഷിച്ച കുട്ടികളുമായി അനാഥയായി ജീവിക്കുന്ന ഒരു പെണ്ണിന് കോടതി കൊടുത്ത ജീവനാംശം അടിച്ചു മാറ്റിയ, കാസർകോട്ടെ പള്ളി കമ്മിറ്റികളുടെ വഖഫ് സ്വത്ത് അടിച്ചു മാറ്റിയ, അതിന്റെ പേരിൽ ജയിലിൽ പോയ കമറുദ്ദീൻ, മുസ്തഫ പൂക്കോയ തങ്ങൾ ഇല്ലേ? അവരല്ലേ നിങ്ങളെ പാർട്ടിന്റെ നേതാക്കൾ? എന്നിട്ട് ആദ്യം സ്വയം നന്നാവും മിസ്റ്റർ, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കിയാൽ മതി. ഞങ്ങളുടെ മുഹമ്മദ് റിയാസും ഞങ്ങളുടെ പിണറായി വിജയന്റെ മകനും അന്തസ്സായി നാട്ടുകാരുടെ മുമ്പിൽ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്നവരാ കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വല്ലാതെ സംസ്കാരം ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത്. കൂടുതൽ ഞങ്ങളോട് പറയിപ്പിക്കാൻ മെനക്കരുത്. ഒറ്റ കാര്യം കൂടി പറയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയിലുണ്ടായ മകളുടെ പേരാണ് സൈനബ റളിയല്ലാഹു അൻഹ. സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അബുല്ലാസ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയില്ല. ഈസ് നോട്ട് എ മുസ്ലിം. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പ്രവാചകനെതിരെ യുദ്ധം ചെയ്തു, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തു, പിടിക്കപ്പെട്ടു. മകൾ കഴുത്തിലുള്ള മാല മോചനദ്രവ്യമായി കൊടുത്തയച്ചു. ആ മോചനദ്രവ്യം കണ്ടപ്പോൾ പ്രവാചകൻ പൊട്ടിക്കരഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഴുത്തിലുള്ള മാല മരിക്കാനായപ്പോഴാണ് അദ്ദേഹം അബുല്ലാസ് ഇസ്ലാമായത്. അതുവരെ അമുസ്ലിമായ അബുല്ലാസിന്റെ ഭാര്യയായിരുന്നു പ്രവാചകന്റെ ഭാര്യ. ഇസ്ലാമിക ചരിത്രങ്ങളും ഒന്ന് വായിച്ച് പഠിക്കാൻ മനസ്സിലാക്കുക. മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വായിൽ തോന്നിയത് കോതക്ക് പാട്ട് പാടിയാൽ അതേ രൂപത്തിലുള്ള മറുപടി ഇതിനേക്കാൾ രൂക്ഷമായി പറയേണ്ടി വരും എന്ന് മാത്രമേ ഇപ്പൊ തൽക്കാലം പറയുന്നുള്ളൂ.